ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റിന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മൈക്രോഫോൺ ഒക്കെ ഉണ്ടാക്കി. ആ മൈക്രോഫോൺ എല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഹാർഡ് സർഫസസ് മോഡലിംഗിൽ, അതായത് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് നമുക്ക് ഓട്ടോഡെസ്ക് നമുക്ക് കുറേ ടൂൾസ് കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അത്രയും ടൂൾസ് കടലിൽ കിടക്കുന്ന പോലെയുള്ള അത്രയും ടൂൾസ്, കടൽ പോലെ കിടക്കുന്ന ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ ടെക്സ്ചറിങ് മോഡലിംഗ് ഒന്നും ആവാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ വളരെ ഈസിയായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ടൂൾസുകൾ നിങ്ങളൊന്നും ഒരു ബോധത്തോടു കൂടി വർക്ക് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒരു മൈക്രോഫോൺ ഉണ്ടാക്കിയെടുക്കുന്ന എത്ര അത്യാവശ്യം വരുന്ന ഒരു ഡിഫോമേഴ്സും, അതായത് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനവും, ബാക്കി നമ്മുടെ സാധാരണ മോഡലിംഗ് ടൂളിന്റെ മൾട്ടി കട്ടും ഇൻസേർട്ട് എഡ്ജും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ടാർഗറ്റ് വെൽഡ് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം കൺഫ്യൂസ് ആവാതെ കുറേ ടൂളുകൾ ഉണ്ടല്ലോ, ഇത്രയും ടൂളുകൾ ഇതിൽ കൊണ്ടുവരണമല്ലോ എന്ന് ചിന്തിക്കരുത്. ആവശ്യമുള്ള ടൂളുകൾ മാത്രം ഉപയോഗിച്ച് വേണം വർക്ക് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നവരെ നല്ലൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ നമ്മൾ നമ്മളൊരു സൈക്കിളിന്റെ സ്റ്റെമ്പെല്ലാം ആക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ വർക്കെല്ലാം ചെയ്യേണ്ടി വരും കേട്ടോ. ഇതുപോലെ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും. ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, സാർ എന്തിനാണ് അങ്ങനെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം, നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചെയ്തൂടെ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. തീപ്പെട്ടിക്കൊള്ളി അടുത്തേക്ക് വെച്ച് മോഡൽ ഉണ്ടാക്കുന്ന പോലെ അത് ചെയ്യരുത്. കാരണം ഇതൊക്കെ നമ്മൾ UV മാപ്പ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ഒരു സെഗ്മെന്റ് ഫ്ലോയിൽ കൂടിയിട്ട് പൊളിച്ച് നമ്മൾ ഇതിൽ ടെക്സ്ചർ പെയിന്റിംഗ് എല്ലാം ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു ജോയിന്റ്, അതായത് നമ്മളത് മോഡലിങ്ങിന് ഒരു റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് പ്രകാരം നമുക്ക് കുറച്ച് ഈ ക്ലീനപ്പ് കണ്ടോ, മെഷിൽ ക്ലീനപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറെ റൂൾസ് പാലിക്കാനുണ്ട്. ഇവിടെ 4 സൈഡഡ് ഫേസസ്, ഫേസ് വിത്ത് മോർ ദാൻ സൈഡ്സ്, കുറെ കാര്യങ്ങൾ നമുക്ക് റൂൾസ് പാലിക്കാനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ പാലിക്കേണ്ട റൂൾസ് പറഞ്ഞാൽ ട്രയാങ്കിൾസ് ഉണ്ടാവരുത്. അതായത് നിങ്ങൾ ഒരു മോഡൽ ചെയ്യുമ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചു, സർ ട്രയാങ്കിൾസ് ഉണ്ടാവരുത് പറഞ്ഞാൽ, സാർ ട്രയാങ്കിൾസ് ചെയ്തിട്ടുണ്ടല്ലോ സർ, ഇതൊരു ട്രയാങ്കിൾസ് അല്ലേ? ഇത് ട്രയാങ്കിൾസ് അല്ല, മനസ്സിലായില്ലേ? ഇത് ട്രയാങ്കിൾസ് ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊരു കോഡ്സ് ആണ്. കാരണം ഇത് 1, 2, 3, 4 കോഡ്സുകളുണ്ട്. 4 എഡ്ജസുകളുണ്ട്. ഒരു കോഡ്സ് ആണ് ഇത് വരുന്നത്. മനസ്സിലായില്ലേ? എല്ലാം ട്രയാങ്കിൾസ് അല്ല. ഷേപ്പ് നോക്കരുത്. നിങ്ങൾ എഡ്ജസ് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ട്രയാങ്കിൾസ് വെച്ച് മോഡൽ ചെയ്യരുത്. ട്രയാങ്കിൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഗെയിം കമ്പനികളിൽ ഉണ്ടാവും. അപ്പൊ അത്തരം കമ്പനികളിൽ പോയാൽ അവർ പറഞ്ഞാൽ മാത്രമേ ചെയ്യണ്ടൂ. നിങ്ങൾ ട്രയാങ്കിൾസ് ഒഴിവാക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പണി. മനസ്സിലായില്ലേ? ട്രയാങ്കിൾസോട് കൂടി മോഡൽ ചെയ്യുന്നതല്ല ഏറ്റവും പണി. അപ്പോൾ ആ പണി മോഡൽ ചെയ്യുന്നത് വളരെ ഈസിയായി, ട്രയാങ്കിൾസ് ഇല്ലാതെ 5 എഡ്ജസ് ഇല്ലാതെ നിങ്ങൾ ഫേസ് ടു ഫേസ് മുട്ടാതെ നിങ്ങൾ മോഡൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം മേഖലകളിലേക്ക് പോകണമെങ്കിൽ ഗെയിം കമ്പനികളിലേക്ക് പോകുന്ന ആളും ട്രയാങ്കിൾസ് വെച്ച് മോഡൽ ചെയ്താൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിൾസ് വെക്കാതെ മോഡൽ ചെയ്താൽ ഒരിക്കൽ ട്രയാങ്കിൾസ് വെച്ച് മോഡൽ ചെയ്താലും പരിചയം വരും. അല്ലെങ്കിൽ മോഡലിംഗ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാം. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഒരു എഡ്ജസ് ഇല്ല. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ബാക്കി എഡ്ജസ് ഇല്ല, അതായത് ഫേസസ് ഇല്ല. ഞാൻ അത് അവിടെ ഒഴിവാക്കിയിട്ടാണ്, കട്ട് ചെയ്തിട്ടല്ല. ഇവിടുന്ന് ഇത്ര ഫേസ് ഞാൻ കളഞ്ഞാൽ മനസ്സിലാവുന്നത് കണ്ടോ. അതിന്റെ ഉള്ളിലേക്ക് ആ ജോയിന്റ് വരുന്നില്ല, അവിടെ തന്നെ അത് ഒഴിവാക്കി ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് പറയേണ്ടത് ബൂളിയൻസ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ആ ഹോൾസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബൂളിയൻസ് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബൂളിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇതൊരു ഒബ്ജക്റ്റിൽ ഞാനൊരു ഹോൾസ് ഉണ്ടാക്കി എടുത്തതാ. അപ്പൊ ഈ ഹോൾസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ കണ്ടോ, ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒബ്ജക്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു മോഡലിംഗ് പഠിക്കൂ കേട്ടോ കറക്റ്റ് ആയിട്ട്. അതുപോലെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതായത് ഒരു സ്പിയറിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു സിലിണ്ടറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ബോക്സിൽ എങ്ങനെയാണ്, ഒരു ക്യൂബിലെ ഒരു പ്ലെയിനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഹോൾസ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ എഡ്ജസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നത് സ്പിയറിന്റെ മുകളിൽ നമ്മൾ ട്രയാങ്കിൾസിന്റെ ഈ 1, 2, 3 ഇൻ ബിറ്റ്വീൻ എഡ്ജസ് മാത്രം സെലക്ട് ചെയ്ത്, കൺഫ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ, ഇൻ ബിറ്റ്വീൻ എഡ്ജസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ
ഇങ്ങനെ എഡ്ജസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ എത്തുമ്പോൾ ഈ ട്രയാങ്കിൾസ് ഷേപ്പിൽ തന്നെ നമ്മളെ ഒബ്ജക്ട്, നമ്മളെ UV, നമ്മുടെ ടെക്സ്ചർ, അതായത് നമ്മൾ അതിന്റെ മുകളിൽ ഒരു പെയിന്റ് ചെയ്യുമല്ലോ, അപ്പൊ അത് കൂടി ചേർന്ന് ഒരു കൊളാഷ് പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആവാതെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഈ എഡ്ജസുകൾ, അതായത് ഈ എഡ്ജസുകളൊന്നും വേണ്ട, നമുക്ക് ഈ എഡ്ജസുകളൊന്നും വേണ്ട വിചാരിച്ചോ. ഞാനിപ്പോ ഈ എഡ്ജസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യും, ഡിലീറ്റ് കൊടുത്തു, ഡിലീറ്റ് എഡ്ജസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും മെഷ് വരൂല, മെഷ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തുന്നേലൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വെർട്ടെക്സ്, അതായത് ഇവിടെ 1 2 3 4 5, അതായത് ഇത് നോക്കി, ഇത് 2 ഇത് 5 കൂട്ടരുത്, ഇത് സെന്ററിലേക്ക് വരുന്ന ലൈനാണ്. ഇപ്പൊ ഞാനിതിപ്പോ സെന്ററിലേക്ക്, ഞാനിപ്പോ നോക്കിയേ, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും ഇത് കൊടുക്കണ്ട, ഇത് ഡയറക്റ്റ് എന്ന സെന്ററിലേക്ക് പോകും. അതുകൊണ്ട് ഇത് 4 ആയിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഈ ലൈൻസ് എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നമ്മൾ സിമിട്രി ലൈൻസ് എപ്പോഴും എടുത്തു നോക്കണം. മിറർ എടുക്കുമ്പോൾ നമുക്ക് ഒരു സെൻട്രൽ ലൈൻസ് ഉണ്ടാവണം എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നവരായിരിക്കണം. അപ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഈ എഡ്ജസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം എനിക്ക് ഇതാണ് ഓഫാക്കി കട്ട് ചെയ്യേണ്ടത്. ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എനിക്ക് വരണമെങ്കിൽ ഇത് ഓഫായി കട്ട് ചെയ്യണം അല്ലേ? മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത്? അതായത് നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡ് കണ്ടാലും എന്റെ ഈ ക്ലാസ്സുകൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡൊന്നും കാണാതെ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചെടുക്കാന്ന് വിചാരിക്കരുത് കേട്ടോ. ഈ ഒരു മോർണിംഗ് സെഷനിൽ പഠിച്ചെടുക്കാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്, മണ്ടത്തരാണ്. അതായത് ആദ്യം തൊട്ടുന്ന എപ്പിസോഡുകൾ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി പഠിച്ചാൽ മാത്രമേ ഈ കോഴ്സിൽ കംപ്ലീറ്റ് ആവാൻ പറ്റൂ. ക്ഷമയോടുകൂടി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. അത് 100% ഞാൻ ഉറപ്പ് പറയാം. അത് നല്ലൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ക്ഷമയോടുകൂടി നിങ്ങൾ ഈ ക്ലാസ്സുകൾ വളരെ വൃത്തിയായി കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് മുമ്പത്തെ എപ്പിസോഡുകൾ കാണണം. എപ്പിസോഡുകൾ കണ്ട് എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കണ്ടേ പറ്റൂ. കാരണം ഇതിന്റെ ഒരു ഹാഫ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളെ മൗസെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ മൈനസ് ചെയ്തു. ഏതാണ് ഇത് വരുന്നത് നമുക്ക് നോക്കിയേ, X ആണ്. Xന്റെ ഇതാണ് X, സ്കെയിൽ XY സെറ്റ് -1 ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. അപ്പൊ ഇങ്ങനെ വന്നു. മനസ്സിലായില്ലേ? ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യല്, ഞാനിവിടെ -1, ഇവിടെ ഞാൻ പാരന്റ് കൊടുക്കുന്നതിന് ഒരു ഇൻസ്റ്റൻസ് കൊടുത്തിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എടുക്കുക. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ എവിടെയാണോ എനിക്ക് വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ആ അപ്പുറമില്ല ഇതും കൂടി എനിക്ക് വർക്ക് ആവണം. കാരണം നമ്മൾ എല്ലാ ഒബ്ജക്റ്റുകളും ഫുള്ളായിട്ട് ചെയ്യൂല, ഹാഫായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഹാഫ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ ഇതിലുണ്ടായിരിക്കണം, നിങ്ങളെ ഒബ്ജക്റ്റിൽ എപ്പോഴും ഹാഫ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു സെഗ്മെന്റ് നേരെ കൊടുത്തിരിക്കണം. ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഹാഫായിട്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു, ഒന്ന് വന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് 1 ഇവിടത്തേക്ക് കൊടുത്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു, ഇതാ നോക്കിയേ, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു, ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുത്തു. നോക്കിയേ, ഇങ്ങനെ വേണം നിങ്ങൾ ടോപ്പ് വ്യൂവിൽ വർക്ക് ചെയ്യാൻ കേട്ടോ. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മളിപ്പം 20 വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സെഗ്മെന്റ്സ് കിട്ടുന്നത്. ഇപ്പത്തെ ഇവിടെ 1 2 3 4 ഇതൊരു കോട്ട്സായി, ഇതൊരു കോട്ട്സായി കണ്ടോ. ഇവിടെ ഒന്നും 5 എഡ്ജസ് വരുന്നില്ല. അപ്പം ടോപ്പ് ഭാഗം എപ്പോഴും ഇങ്ങനെ തന്നെ കവർ ചെയ്യണം കേട്ടോ. അതിന്റെ മുകളിൽ ടെക്സ്ചർ വരണമെങ്കിൽ അതേ വഴിയുള്ളൂ, അല്ലെങ്കിൽ ടെക്സ്ചർ വരൂല. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഭാഗം മുകളിൽ ഇങ്ങനെ ചെയ്യണം. ട്രയാങ്കിൾ നേരത്തെ കട്ട് ചെയ്ത പോലെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം, അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ ഭാഗം ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പൊ കുറെ കൂട്ടുകാർ ചെയ്യുന്നത് പറഞ്ഞാല്, പിന്നെ കുറെ ആൾക്കാർ, കുറെ സ്റ്റുഡൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബൂളിയൻസ് വെച്ചിട്ട് ചെയ്യാം. അവർക്ക് ഇതെങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മിക്ക യൂട്യൂബ് ചാനൽസിലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം അവർ ആ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത വേറൊന്നുകൊണ്ടല്ല, അവർ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്ത് കാണിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പോൾ വെച്ചിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്ര % ആൾക്കാർക്കാണ് എന്റെ ഓഡിയോ ഇല്ലാതെ, നിങ്ങൾക്ക് വിത്തൗട്ട് ഓഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ഒന്നും ഇല്ലാത്ത, വിത്തൗട്ട് ഓഡിയോ വെച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാമോ എന്ന് പറഞ്ഞതിൽ ഒരു 65% ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മ്യൂസിക് നമുക്ക് ഓഡിയോ ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഇട്ടാലും ബാക്ക്ഗ്രൗണ്ട് ഇട്ടാലും ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പറയുന്നു പറഞ്ഞാൽ, കുറച്ച് കുട്ടികൾ പറഞ്ഞു അത് പ്രശ്നമുണ്ട്, നമുക്ക് ഓഡിയോ ഇല്ലാതെ കേൾക്കാൻ പറ്റില്ല. അത് സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചില ആൾക്കാർക്ക് എൻ്റെ ഭാഷ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവർ ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കിയ ആൾക്കാരോ ആയിരിക്കൊണ്ട് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളം മനസ്സിലാവാത്തോണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും.
ഇനി അഥവാ മറ്റുള്ളവർക്ക് എന്താന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൂടി ക്ലാസ്സുകൾ തരുമ്പോൾ ഇന്ന സാധനം ഇന്ന എഡ്ജസ് എന്തിനാ ഉപയോഗിച്ചു, ഇന്ന എഡ്ജസ് ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്തു, ഇന്ന ഫേസ് ഞാൻ എന്തിനാ എക്സ്ട്രൂഡ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഒരു ഓഡിയോ ഒരു ഭാഷ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഹെവി വർക്കുകളിൽ ഞാൻ ഓഡിയോ ഇടില്ല, മ്യൂസിക് മാത്രം വെച്ചിട്ട് ചെയ്യും. ഹെവി അല്ലാത്ത വർക്കുകളിൽ, അതായത് കുറച്ചും കൂടി വർക്ക് കൂടുതൽ നീണ്ടു പോകുന്ന വർക്കുകളിൽ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ചെയ്യുക, അല്ലാത്ത വർക്കുകളിൽ ഓഡിയോ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. എന്നെ വിശ്വസിച്ച് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി എനിക്ക് ഓഡിയോ ഇട്ടേ പറ്റൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോർഡ് ഇട്ടിരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ബൂളിയൻ എന്താണെന്ന് നോക്കാം. ഈ ഹോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ നോക്കാം. ഹോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത് ബൂളിയൻ വെച്ചിട്ടല്ല. അത് ഒന്നാമത്തെ കാര്യം. ഞാനിവിടെ ഇത് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഹൈഡ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ. അപ്പൊ ബൂളിയൻ എന്താണെന്ന് നോക്കാൻ മതി. ഞാനിവിടെ ടോപ്പ് വ്യൂവിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്യൂബ് വരച്ചിട്ടുണ്ട് കേട്ടോ. ക്യൂബ് അതുപോലെ ഞാൻ എന്താണെന്ന് എനിക്ക് ഹോൾസ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, ഞാനിവിടെ സിലിണ്ടർ എടുത്തു, 4 വെച്ചു. അത് ഇതിവിടെ നമ്മളിപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സെന്റർ ആക്കണം കേട്ടോ. അതിന് നമ്മൾ പഠിച്ചിരുന്നല്ലേ, ഈ ട്രാൻസ്ലേറ്റ് XYZ വാല്യൂ 0 ആക്കിയാൽ മതി. അപ്പോൾ സെന്ററിലേക്ക് വന്നില്ലേ. ഇനിയിപ്പോൾ ഈസി ആയി നമുക്ക് ഒരു സിലിണ്ടർ വരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈസിയായി സെന്ററിലേക്ക് വരക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു സിലിണ്ടർ വരച്ചിട്ടുണ്ട്. അതായത് ഈ സിലിണ്ടർ ആണ് എനിക്ക് ഹോൾസ് ആക്കി എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സിലിണ്ടർ ആണ് എനിക്ക് ഹോൾസ് ആക്കിയത്. ഞാൻ 2 ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹോൾസ് ആക്കി എടുക്കാൻ പോവാം. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒരിക്കലും ബൂളിയൻ വെച്ചിട്ട് ചെയ്യൂല. അത് 100% ഉറപ്പാണ്. അയാൾ ഒരു ബൂളിയൻ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോവാം. നോക്കി. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. അതായത് ഈ ഒബ്ജക്റ്റ് എന്നാണ് ഈ ഒബ്ജക്റ്റ് ഒഴിവാക്കേണ്ടത് അല്ലേ, എന്നാലേ ഇവിടെ ഈ ഷേപ്പ് നമുക്ക് ഇവിടെ വരും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ മെഷ് മെനുവിൽ പോയി എഴുതി വെച്ച മെഷ് മെനുവിൽ പോയി ബൂളിയൻസ് മോഡലിംഗ് സെക്ഷൻ ആയിരിക്കണേ. ഇവിടെ കണ്ടോ, യൂണിയൻ ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. ഈ 3 സാധനം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്, ഈ ലോഗോ ചിഹ്നത്തിൽ കാണിക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ചേരുന്ന യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോകുന്നതിനെ പറഞ്ഞ്, ഇന്റർസെക്ഷൻ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ബൂളിയൻസ് യൂണിയൻ കൊടുത്തിട്ടുണ്ട്. യൂണിയൻസ് പറഞ്ഞാൽ കണ്ടോ, യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ ഈ സിലിണ്ടർ ഇല്ല. കണ്ടോ, ഇത് മാസ്ക് ആയി പോയി. അതായത് ഇതില്ല, ഇത് കട്ടായി പോയി. മനസ്സിലായില്ലേ? ഉള്ളിലുള്ള സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സിലിണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് മെഷിൽ പോയിട്ട് നമ്മൾ ബൂളിയനിൽ യൂണിയൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പോയി. കണ്ടോ, അതിന്റെ ഉള്ളിലുള്ള ഭാഗമില്ല. പക്ഷെ എന്ത് പറ്റി? കണ്ടോ, ഇതിന്റെ പുറത്തുള്ള ഭാഗം അങ്ങനെ തന്നെയുണ്ട്. കണ്ടോ, പുറത്ത് അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ ഇത്രയും ഇവിടെ ഉള്ള സെഗ്മെന്റുകൾ ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ സംബന്ധിച്ച്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഇതേ സാധനം നമുക്ക് വേറെ എടുത്തിട്ട് ചെയ്യാം. ബൂളിയനിൽ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യാം. ഡിഫറൻസ് ചെയ്യുമ്പോൾ കണ്ടോ കട്ടായി. അതായത് മുകൾ ഭാഗമില്ല, പക്ഷെ ബോക്സിന്റെ ഉൾഭാഗത്ത് സ്പേസ് വന്നിട്ട് അവിടെ ഒരു ഹോൾസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഇവിടെ നിന്ന് മാറ്റം വരുത്താട്ടോ. നിങ്ങൾക്ക് ഇതാ ഡിഫറൻസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, യൂണിയൻ ആക്കുക. കണ്ടോ, ഡിഫറൻസ് ഇന്റർസെക്ഷൻ ആക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ ഏതാണെന്ന് ഉപയോഗിച്ച് അതിൽ മാത്രം വന്നു, ബാക്കിയെല്ലാം അങ്ങ് പോയി. അതിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് വേണ്ട ഇങ്ങനെയാകും. ഓക്കെ, ഇതിനാ നമ്മൾ നോക്കിയേ, ഇങ്ങനെ വന്ന ഒരു ഒബ്ജക്റ്റിനാ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും നിങ്ങൾ നോക്കിയേ. നിങ്ങൾ ഇതിനെ സ്മൂത്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ സ്മൂത്ത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ അപ്പൊ അവർ പറയും, ചില ആൾക്കാർ പറയും 3 സ്മൂത്ത് അല്ലേ സാറ് ഉപയോഗിക്കും. 3 സ്മൂത്ത് ഒന്നല്ല. 3 സ്മൂത്ത് ഉപയോഗിക്കുന്ന കമ്പനികളിൽ 3 സ്മൂത്ത് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ മെഷ് സ്മൂത്തിൽ തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഷിഫ്റ്റ് സ്മൂത്തിൽ തന്നെ പഠിക്കണം. ഇവിടെ ഇതിൽ സ്മൂത്തിൽ തന്നെ പഠിക്കണം. നിർബന്ധമായി പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാം പണി കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷ്, നിങ്ങളത് ഹൈ പോളി ലോ പോളി എന്ന് പറഞ്ഞാൽ കണക്കല്ല. നിങ്ങൾ ഈ സ്മൂത്ത് ചെയ്യുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിലെ എക്സ്ട്രാ സ്മൂത്തിൽ വരുമ്പോൾ കുറച്ച് സെഗ്മെന്റ്സുകൾ വരും. മറ്റതിൽ അങ്ങനെ വരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ അതിന് തന്നെ പൊതിഞ്ഞ് വരുന്ന സ്മൂത്താണ്. അപ്പം നിങ്ങൾ ഇതിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇവിടെ സെഗ്മെന്റ്സുകൾ നിങ്ങൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോകുന്നത്, ഉടഞ്ഞു പോകുന്നത്. ഓക്കെ, ഇവിടെ എത്ര നോക്കിയേ, നമ്മൾക്ക് 1-ൽ കൂടുതൽ സെഗ്മെന്റ്സുകൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 എണ്ണ ഉണ്ടായിക്കോളൂ. ഇതിൽ എത്ര സെഗ്മെന്റ്സുകൾ നമുക്ക് ഇവിടെ കണക്ട് ആവാതുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്ട് ആക്കല് വലിയ ബുദ്ധിമുട്ടല്ലേ, ഏറ്റവും വലിയ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ വലിയൊരു പ്രയാസമാണ്. അപ്പൊ ഇത്രയും പ്രയാസം വരുന്നുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പൊ നോക്കി, ഞാൻ ഇത്രയും ഫേസ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോഴും ഇങ്ങനെയുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും സെഗ്മെന്റ്സുകൾ ആഡ് ചെയ്യണ്ടേ.
അതായത് ഈ ഓരോ എഡ്ജുമായിട്ട് നിങ്ങൾ സെഗ്മെന്റ്സുകൾ ആഡ് ചെയ്ത് പോകണ്ടേ, അതും വലിയ ബുദ്ധിമുട്ടല്ലേ. നമുക്ക് അത്രയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിലിണ്ടർ നമുക്ക് ചെയ്യണം, ഒരു റേഡിയസ് നമുക്ക് നോക്കണമെങ്കിൽ 12 വട്ടോ മാത്രം മതി. നമ്മൾ ആ 12 വട്ടോ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെഗ്മെന്റ്സ് ആഡ് ചെയ്ത് നോക്കാനും ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ലേ? അത് എല്ലാ ഒബ്ജക്റ്റുകളിലും നമുക്ക് ബൂളിയൻ ഉപയോഗിക്കാൻ പറ്റൂല. ബൂളിയൻ ഉപയോഗിക്കാതെ പഠിക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ നിർബന്ധമായും ഈ ഒരു സാധനം മെഷ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ. നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റത് തന്നെ മതി. ഇതാണ് ബൂളിയന്റെ സ്റ്റെപ്പ് കാര്യങ്ങളല്ലോ. മനസ്സിലായില്ലേ? അപ്പം ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ക്ലാസ്സുകളും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ ന്യൂസിന് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് നോക്കിയേ. ആദ്യം നമുക്ക് ബൂളിയന്റെ തന്നെ നോക്കാം. നമുക്ക് ഞാനൊരു പ്ലെയിൻ എടുത്തു, പ്ലെയിൻ വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ സെഗ്മെന്റ്സുകൾ സബ്ഡിവിഷൻ ഹൈറ്റ് വിഡ്ത്ത് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നു. 2 കൊടുത്തു. അതേപോലെ തന്നെ ഇതിന്റെ വാല്യൂ, അതായത് ട്രാൻസ്ലേറ്റ് എക്സ് വൈ സെറ്റിന്റെ പ്ലേസ് ചെയ്യുന്നത് 0 വാല്യൂ സെന്ററിൽ, ഗ്രിഡിന്റെ സെന്ററിലേക്ക് വെച്ചു. ഞാൻ നോക്കിയാ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പം ഒരു ഒബ്ജക്റ്റ് ഇതിന് ഞാൻ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാനാണ് പോകും. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കൊരു ഷേപ്പ് വേണം അല്ലെ. ആ ഷേപ്പിന് പകരം ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റീവ് നെർവ്സ് പ്രിമിറ്റീവ്സ് ഇന്ററാക്റ്റീവ് ക്രിയേഷൻ ഞാൻ ഇവിടെ നോക്കിയേ, ഇവിടെ കേഴ്സിൽ പോയി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ററാക്റ്റീവ് ക്രിയേഷൻ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ സെന്ററിലേക്ക് പോകുന്നു അല്ലെ. അവിടെ ഞാൻ എന്താക്കി അതിനെ കുറച്ചൊന്ന് വലുതാക്കി വെച്ചു. ഇതാണ് എനിക്ക് ഹോൾ ആക്കി എടുക്കേണ്ടത്. ഇത് ബൂളിയൻ അല്ല കേട്ടോ, ബൂളിയൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ചെയ്യുന്ന സപ്പോർട്ടിങ് എഡ്ജസ് നിർബന്ധമായിട്ട് വേണം. അപ്പൊ സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ ഇടണമല്ലോ. സപ്പോർട്ടിങ് എഡ്ജസ് ഇടാം. ഞാൻ ഇൻസെർട്ട് എഡ്ജ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ഉള്ളിലോട്ട് വലിക്കരുതിട്ടാ. ഈ ചെറിയൊരു ഗ്യാപ്പിൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഒരു ഗ്യാപ്പിൽ വെച്ചാൽ മതി. അധികം മുട്ടിക്കരുതിട്ടാ. അത് എഡ്ജസിന്റെ ഉള്ളിൽ എഡ്ജസ് പോയ പോലെയാവും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇൻസെർട്ട് എഡ്ജ് വെച്ചിട്ട് ഇവിടെയും ഞാനൊരു സപ്പോർട്ടിങ് എഡ്ജസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെയും ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത്തിരി സപ്പോർട്ടിങ് എഡ്ജസ് ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വെർട്ടെക്സിനെ ഞാൻ ചാംഫർ ചെയ്യുന്നു, അതായത് ചാംഫറാ ഉപയോഗിക്കുന്നത്. അതായത് എനിക്ക് ഈ വെർട്ടെക്സിനെ എനിക്ക് ഒരു 3ആയി സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു ഫേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, റൈറ്റ് ബട്ടൺ മൗസിൽ ക്ലിക്ക് ചെയ്തു, ചാംഫർ വെർട്ടെക്സ്, അതായത് വെർട്ടെക്സ് മോഡിൽ വെച്ചിട്ട് വെർട്ടെക്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടല് ചാംഫർ വെർട്ടെക്സ്. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇതിൽ വിഡ്ത്തിൽ ഞാൻ മാക്സിമം എത്രയാണ് വേണ്ടത് പറഞ്ഞാൽ എനിക്ക് കണക്കായി കൊടുക്കുക. അതായത് വെർട്ടെക്സ് ആ കേവ് ഞാൻ എടുത്തിരിക്കുന്ന ആ കേവിന് കണക്കായി വെക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന കണ്ടോ, ഇനി ഞാൻ ഇത് ഫേസ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഫേസ് മോഡിലേക്ക് വെച്ചത് എന്തിനാ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മൾട്ടി കട്ട് യൂസ് ചെയ്തിട്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ എല്ലാം സെഗ്മെന്റ് വരക്കാട്ടോ. ഇവിടെ എല്ലാം സെഗ്മെന്റ് വരക്കാണ്. നിങ്ങൾക്ക് ഇവിടെ എല്ലാം സെഗ്മെന്റ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സാർ ആ സെഗ്മെന്റ് അവിടെ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ടെക്സ്ചർ ചെയ്യാനാണെന്നൊന്നും പറയണ്ട. അപ്പൊ അത്രയും സെഗ്മെന്റുകൾ ഞാൻ വരച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, ഞാൻ സെഗ്മെന്റുകൾ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തത് ലേഔട്ടിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കളർ അതിന്റെ ഓൾട്ട് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ഇത് നോക്കിയാൽ 1 2 3 4 5 എഡ്ജുകൾ നമുക്ക് അലൗഡ് അല്ല. 4 എഡ്ജ് നമുക്ക് അലൗഡ് ഇല്ല. ട്രയാങ്കിൾ അലൗഡ് അല്ല. അപ്പൊ ഇതിലും ഇവിടെ നമുക്ക് 1 2 3 4 ഉണ്ട്. പക്ഷെ ഇത് ഒഴിവാക്കേണ്ട ഭാഗമാണ്, അതായത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇത് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടി കട്ട് ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് സ്നാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വര വരും. അറിയാലോ, മൾട്ടി കട്ട് ഇവിടുന്ന് സ്നാപ്പ് ചെയ്ത് ഒരിക്കലും കുത്തി ചെയ്യരുത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സെൻട്രൽ ലൈൻ, അതായത് ഇത് സെൻട്രൽ ലൈൻ അല്ല, സെൻട്രലല്ല ഇതിലുള്ളത്. അപ്പൊ ഇതിനെ എക്സ് പ്രസ് ചെയ്തിട്ട് സെൻട്രലിലേക്ക് എത്തിക്കുക. മനസ്സിലായില്ലേ? എക്സ് പ്രസ് ചെയ്തിട്ട് സെൻട്രലിലേക്ക് എത്തിക്കുക. സെൻട്രൽ ലൈൻ അല്ലാതുണ്ട്, നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ തമ്മിൽ വ്യത്യാസമുണ്ട്. വരച്ചിരിക്കുന്ന ഈ ലൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. സെൻട്രലിലേക്ക് ആ ലൈൻ കറക്റ്റായിട്ട് വരച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം, ഫേസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഫേസ് അങ്ങ് വേണ്ട. ഇപ്പൊ എന്തായി, ഒരു ഹോൾ വന്നു അല്ലെ. ഇപ്പൊ നമുക്ക് എത്ര എഡ്ജസ് വന്നു നോക്കിയേ. നമുക്ക് ഇവിടെ നമുക്ക് 1 2 3 4 ഇത് 4ആയി, ഇതും 4ആയി, ഇതും 4ആയി, എല്ലാ ഭാഗങ്ങളും 4ആയിട്ട് മാറി. ഇവിടെ നടുവത്തെ നമ്മൾ ഒഴിവാക്കുന്ന ഭാഗമാണ്. അത് നമുക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വെർട്ടെക്സിനെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോ ഈ വെർട്ടെക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇത് ഞാൻ കുറച്ച് മുകളിലോട്ടാക്കുന്നുണ്ട്. ഇതാ ഈ വെർട്ടെക്സിനെ കുറച്ച് മുകളിലോട്ടാക്കുന്നത് സപ്പോർട്ടിങ് എഡ്ജ് പോലെ. ഇതാ ഇത് കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ഇതിനെ കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ഇതിനെ കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമ്മുടെ ഒരു ഏകദേശം ഒരു അളവിൽ ക്രിയേറ്റ് ചെയ്യും. ഏകദേശം ഒരു ഷേപ്പ് വരണം കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള സെഗ്മെന്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വേണ്ട. അത് നമ്മളൊരു സർക്കിളിലാവും.
നമുക്ക് എത്ര എഡ്ജസ് വന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എഡ്ജസ് ആണ് നമുക്ക് വന്നത്. ഓക്കെ, ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ഇത് ഇങ്ങനെ ഇത്ര അടുത്തേക്ക് കൂടി വരണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും അതുപോലെ ആ ഷേപ്പിൽ തന്നെ വാക്കാം. നമുക്ക് ഈ ഒരു സെഗ്മെന്റിന്റെ ഷേപ്പിൽ തന്നെ ആ സെഗ്മെന്റ് വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. സെഗ്മെന്റ് ഫ്ലോ ക്ലിയർ ആവും, എഡ്ജസിന്റെ ഫ്ലോ ക്ലിയർ ആവും. സെഗ്മെന്റ് എഡ്ജസ് എല്ലാം ഒന്നും നേട്ടാ ഞാൻ പറയുന്നത് ഒരു ഭാഷ. ഓക്കെ, ഇതിന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് ആയിട്ട് കിട്ടി. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പറഞ്ഞാൽ നമ്മൾ വലിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചും കൂടി മുകളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തം കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ബൂളിയൻ ഇല്ലാതെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയും വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കാം. ഇത് നമുക്ക് ക്യൂബിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ക്യൂബിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ക്യൂബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ക്യൂബ് എടുത്തു. ഞാൻ ക്യൂബ് എടുത്തിട്ട് വരച്ചിട്ടുണ്ട്. സെയിം സാധനം ഞാൻ പ്ലെയിൻ എടുത്ത് വരച്ച പോലെ തന്നെ. ക്യൂബ് ആകുമ്പോൾ രണ്ട് സൈഡുകളും ഉണ്ടാവും നമുക്കറിയാം അല്ലെ. ടി പ്രസ് ചെയ്തു. ഞാൻ ഇവിടെ ഹൈറ്റ് വിഡ്ത്ത് എല്ലാം കൂടി ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. 2 കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും 2 കൊടുത്തിട്ടുണ്ട്. 2 ഓക്കെ, എല്ലാത്തിലും 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് 2 കൊടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാ ഭാഗത്തും ഹോൾസ് വരണം. അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും 2 കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കണം അല്ലെ. സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കാൻ നമ്മൾ ഇൻസെർട്ട് എഡ്ജ് വെച്ചിട്ട് അങ്ങനെ വരക്കും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് അതിന്റെ ആ ഉൾഭാഗം ഇത് ഷാർപ്നെസ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് കാണിക്കണം. എല്ലാം കൂടി സെലക്ട് ചെയ്യുക. നടുവത്തെ ഭാഗം മാത്രം ഒഴിവാക്കുക. എല്ലാത്തിന്റെയും നടുവത്തെ ഭാഗം മാത്രം ഒഴിവാക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫ്രെയിം മാത്രം എഡ്ജസ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് അറിയാലോ, സെഗ്മെന്റ് 1 കൊടുത്തിട്ട് വേണം. അതായത് നമ്മൾ ഇവിടെ സെഗ്മെന്റ് 1 ആണെങ്കിൽ എന്താവും നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾസ് വരും. അപ്പൊ ഒന്നും കൂടി കൊടുക്കണം. 2 കൊടുക്കണം. 3 കൊടുക്കരുത്, 2 കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റും ചെയ്യാം. അവിടെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നേയില്ല. സപ്പോർട്ടിങ് എഡ്ജ് കൊടുക്കും നമ്മൾ ഇൻസേർട്ട് എഡ്ജ് കൊടുക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. സ്മൂത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. സോഫ്റ്റ് ഹാർഡ് എഡ്ജ്. അപ്പൊ സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തിട്ട് ഇത് ചെയ്യാവൂ കേട്ടോ. അപ്പൊ ഞാൻ ഇത് ചെയ്തു. ഇനിയിപ്പോ എനിക്ക് ഇവിടെ എഡ്ജസ് വേണം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഞാൻ ഇവിടെ പോയി ഇവിടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്താക്കി ഇതിനെ 0 വാല്യൂലേക്ക് മാറ്റി സെന്ററിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ സെന്ററിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു? ഞാൻ ഇവിടെ പോയി ഇൻസേർട്ട് എഡ്ജിൽ പോയി എനിക്ക് എത്ര സെഗ്മെന്റ്സ് വേണ്ട? ഞാൻ 1 വേണ്ട. ഇൻസേർട്ട് റിലേറ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ആണ് വേണ്ട. ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. ഇവിടെ ഒന്ന് കൊടുത്തു. ഇവിടെ ഇൻസേർട്ട് എഡ്ജ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനം ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഓൺ ആയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഓഫ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇൻസേർട്ട് വിത്ത് എഡ്ജ് ഫ്ലോ അത് ഓഫ് ചെയ്യാം. റീസെറ്റ് കൊടുത്താൽ മതി. അത് ഉണ്ടാവരുത്. അതില്ലാതെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തു. അതുപോലെ ഇവിടെ ഒന്ന് കൊടുത്തു. ഇപ്പൊ ചോദിക്കും സപ്പോർട്ടിങ് എഡ്ജസ് കുറെ ദൂരം വന്നല്ലോ, ശരിയാന്ന് പറഞ്ഞു. ഇവിടെയാണ് വേണ്ടത്. ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഭാഗത്ത് അധികം മുട്ടിക്കരുത്. സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ ഓൾറെഡി സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ ബിവൽ കൊടുത്തിട്ട് സപ്പോർട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റ് വരക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ വരച്ചൊന്ന്, ഇവിടെ വരച്ചൊന്ന്, ഇവിടെ വരച്ചൊന്ന്, ഇവിടെ വരച്ചു. ഓക്കെ, അത് മുകളിലുള്ള മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മുകൾ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതാക്കി ഇവിടെയുള്ള വെറ്റക്സിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇതിന് ചാംഫർ വെറ്റക്സ് കൊടുക്കും. ചാംഫർ വെറ്റക്സ് എത്രയാണ് വിടുത്ത് കൊണ്ടുവന്നാൽ കൊടുക്കുക. നമുക്ക് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടി കേഴ്സിൽ പോയിട്ട് ഒരു സർക്കിൾ എടുത്താൽ മതി. സർക്കിൾ എടുത്താൽ നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയും താഴെ ഒരേപോലെ ഇരിക്കണം അല്ലെ. താഴെയും മുകളിൽ ഒരേപോലെ തന്നെ സെഗ്മെന്റ്സുകൾ വരക്കണം. വരക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എഡ്ജസ് കിട്ടണമെന്നില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങളിപ്പോ മൾട്ടി കട്ട് എടുത്ത് വരക്കാതെ മൾട്ടി കട്ട് എടുത്തിട്ട് ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഇവിടെ മാത്രമായി ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അത് ഇവിടെ ഈ മുകളിൽ മാത്രമല്ലേ, താഴെയില്ലല്ലോ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെ പറഞ്ഞാല് ഈ ഫേസ് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടെ വലിയ ഫേസ്. അപ്പൊ മുകളിലും താഴെയായില്ലേ അല്ലെ? താഴെയും മുകളിലും ഫേസ് സെലക്ട് ആയില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടി കട്ട് ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്യാം. ഓക്കെ, എവിടെ നിന്ന് വരച്ചാലും ഈ പോയിന്റ് എവിടെ നിന്ന് വരച്ചാലും കുറച്ച് പണിയുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളുടെ സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കേണ്ടി വരും.
ഓക്കെ, ഇങ്ങനെ എഡ്ജസ് ഇടാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇങ്ങനെ എഡ്ജസ് ഇട്ടാലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴെ മുകളിലും കിട്ടും. പക്ഷെ ഇത് കണ്ടോ, ഈ വെർട്ടെക്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊരു പണി തന്നെയാണ് നമുക്ക്. അപ്പൊ നമ്മൾ ഇതിനെ ടാർഗറ്റ് വെൽഡ് ചെയ്യേണ്ടി വരും, ഓരോന്നിനും എടുത്തിട്ട് മുട്ടിച്ച് വെക്കേണ്ടി വരും. അങ്ങനെ ഒരു പണി ഇതിനുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ താഴെ മാത്രമേ, ഇപ്പൊ എല്ലാവരും പറയാം ഇപ്പൊ താഴെ മുകളിലുള്ള സാധനം ഒരു ഭാഗം മാത്രം ചെയ്ത് താഴെ ചെയ്യേണ്ടല്ലോ സാറേ, അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ അത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടത് എന്താവും, എനിക്ക് അവിടെ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, മനസ്സിലല്ലേ? എനിക്ക് അവിടെ ആ വർക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ മെർജ് വെർട്ടെക്സ് ടു സെന്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒന്നായിക്കോളും. അത് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ, സെലക്ട് ചെയ്ത് ചെയ്യരുത്. എന്നിട്ട് വെർട്ടെക്സിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോഴും പറയാം, ആനിമേഷൻ പഠിക്കുന്നത് വളരെ ഈസി ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയേ പറ്റൂ. കാരണം പറഞ്ഞാൽ ചിത്രം വരെ ആയാലും നിങ്ങൾ ഈ ആനിമേഷന്റെ ഒരു സ്കില്ല് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ഒരാളായാൽ പോലും വളരെ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇത് പഠിക്കാനാവുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. നല്ല കഷ്ടപ്പാടുണ്ട്, മനസ്സിലായില്ലേ? എല്ലാ പണിക്കും അതിൻ്റെതായിട്ട് കഷ്ടപ്പാടുണ്ട്. വളരെ ഈസിയായി കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്നില്ല ചിന്താഗതി വിട്ടോ. ഇത് നമ്മളൊരു പാഷൻ, നമ്മളൊരു സ്കില്ല്, ഇതിന് താല്പര്യം കാണിച്ചാൽ നമ്മൾ ഇതിന് എത്ര വേണം സമയം ചെലവഴി. ഓക്കെ, അപ്പൊ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിന്റെ നോക്കിയേ ഫേസ്, നടുത്ത ഫേസ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഈ വെർട്ടെക്സിനെ ഞാൻ കറക്റ്റായി പോയിന്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒന്ന് വെച്ചു, ഇതിനെ ഇവിടെ ഒന്ന് വെച്ചു, ഇതിനെ എടുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ചു, ഇവിടെ വെച്ചു. ഇത്ര മതി കേട്ടോ സെഗ്മെന്റ്സുകൾ ഒരു സർക്കിളിന്. അല്ലെങ്കിൽ അധികം അതിൽ കൂടുതലാക്കണ്ട. നല്ല ഷേപ്പ് കിട്ടണത് നിങ്ങൾ അതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വന്നു. നമ്മൾ ഈ ചാംഫർ വെർട്ടെക്സ് ചെയ്ത സമയത്ത് അവിടെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കവർ ചെയ്യണം, ഒന്ന് ക്ലിയർ ചെയ്യണം. ചാംഫർ വെർട്ടെക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ പിടിച്ചതോ കണ്ടോ, ഞാൻ തെറ്റിയപ്പോൾ അത് ക്ലിയർ ചെയ്ത് കണ്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ. തെറ്റിയാൽ അത് ക്ലിയർ ചെയ്ത് പോയേ പറ്റൂ ടാർഗറ്റ് കൊണ്ട്. താഴെ ജോയിന്റ് ആവുന്നത് കണ്ടോ, അതാ താഴെ വെർട്ടെക്സ് കണ്ടോ, സെലക്ഷൻ വരുന്നത്. അത് പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി, പുറത്ത് ക്ലിക്ക് ചെയ്ത്. അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഏതെങ്കിലും വെർട്ടെക്സ് സെലക്ട് ഉണ്ടെങ്കിൽ ടാർഗറ്റ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കൂല. അപ്പോൾ ഡയറക്റ്റ് പോയി നമ്മൾ ടാർഗറ്റ് വെൽഡ് ചെയ്യും. അങ്ങനെ വെൽഡ് ചെയ്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതും അതും കൂടി എല്ലാം ജോയിന്റ് ആയിപ്പോവും, മനസ്സിലായി, കൊളാപ്സ് ആയിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ എല്ലാം കണക്ഷൻ ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പിൽ പോവാ. ഈ വെർട്ടെക്സ് ഈ ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഫേസിനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൂവ് ചെയ്യുന്ന ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിവിടെ വെച്ചു, ഇതിവിടെ വെച്ചു, ഇതിവിടെ വെച്ചു, ഇതിവിടെ വെച്ചു. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയില്ലേ? കറക്റ്റായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ ഇതിന് സമയം കളയുന്നില്ല. നിങ്ങൾ സമയം എടുത്ത് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതും കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രിഡ്ജ് ചെയ്താൽ മതി. ബ്രിഡ്ജ് ആവുന്നില്ലേ നോക്കട്ടെ. സ്മൂത്ത് ചെയ്യുക, നോക്കാം. വെർട്ടെക്സ് എവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ആ സ്മൂത്തിൽ നമുക്ക് മനസ്സിലാവും. ബ്രിഡ്ജ് ആക്കിയിട്ടാണ്. ഇവിടെ ഡിവിഷൻസ് ആഡ് ചെയ്യും. എത്ര ഡിവിഷൻസ് വേണ്ട പറഞ്ഞാൽ ഡിവിഷൻസ് ആഡ് ചെയ്യും. ഇവിടെ നമുക്ക് സപ്പോർട്ടിങ് എഡ്ജസ് കൊടുക്കണം. കാരണം സപ്പോർട്ടിങ് എഡ്ജസ് നിർബന്ധമാണല്ലോ. അപ്പൊ ഇൻസേർട്ട് എഡ്ജ് എടുത്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ്, ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് എല്ലാം പഠിച്ചിരുന്നല്ലോ. മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ് സപ്പോർട്ടിങ് എഡ്ജസ് എന്തിനാണെന്നോ. അവിടെ ഒരു ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയില്ല സപ്പോർട്ടിങ് എഡ്ജസ്. എന്നാൽ മാത്രമേ അതൊരു കറക്റ്റായിട്ട് നിൽക്കൂ. അത് ഓക്കെ, സ്മൂത്ത് ചെയ്യുക. കണ്ടോ കണ്ടോ. അപ്പൊ ബൂളിയന്റെ ആവശ്യമില്ല കേട്ടോ. ബൂളിയൻ അങ്ങനെ ചിന്തിച്ച് വർക്ക് ചെയ്യരുത്. ബൂളിയൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബൂളിയന്റെ ആവശ്യം ഇല്ല.
അപ്പൊ ഇതിന് ചുറ്റും നിങ്ങൾ ഹോൾസ് ഉണ്ടാക്കി നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇത്തരം പ്രാക്ടീസ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കല്, നിങ്ങൾ നല്ലൊരു ഡിസൈനറായിട്ട് മാറ്റാൻ പറ്റും. ഇത്തരം ചെറിയ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ ഒരു ഹോൾസ് ആക്കിയിട്ടും അതുപോലെ ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ല ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ നല്ലൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ കുറേ ഹിസ്റ്ററി ഉണ്ടാവും കേട്ടോ. ഈ ചാനൽ ബോക്സിൽ ഇവിടെ ഹിസ്റ്ററി, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമുക്ക് ബാധിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിർബന്ധമായും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ഔട്ട് ചെയ്തതിന് ശേഷം, സ്മൂത്ത് ചെയ്യരുത്, സ്മൂത്ത് ഔട്ട് ചെയ്തതിന് ശേഷം ഹിസ്റ്ററി അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എഡിറ്റിൽ ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, എന്നിട്ട് വേണം സ്മൂത്ത് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് വേണം സ്മൂത്ത് ചെയ്യുക. എന്നിട്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യരുത്. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് സ്മൂത്ത് ഔട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് ഒന്നാമത്തെ പാഠം, ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഒബ്ജക്റ്റുകൾ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. രണ്ട് ഒബ്ജക്റ്റുകൾ എങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാനൊരു പോളി മോഡലിംഗിൽ ഒരു സിലിണ്ടർ എടുത്തു. ഇപ്പൊ സൈക്കിളിന്റെ സ്റ്റെമ്പാന്ന് വിചാരിച്ചോ, സൈക്കിളിന്റെ സ്റ്റെമ്പാണെങ്കിൽ പോലും ഞാൻ ഇത് ഇങ്ങനെ വെക്കുന്നില്ല കേട്ടോ. ഇതിപ്പോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കും. പോളിഗൺ പ്രിമിറ്റീവ്സ് ഇന്ററാക്റ്റീവ് ഓഫ് ചെയ്യുക, എന്നാലേ സെൻട്രൽ കണ്ടിട്ട്. സെൻട്രൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ മാക്സിമം ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. മാക്സിമം ഞാൻ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. റേഡിയസ് ഞാനൊരു 5 വേണ്ട, നമുക്ക് 2 മതി. 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇത്ര വേണ്ട, ഞാനൊരു 12 കൊടുത്തിട്ടുണ്ട്. 12 അല്ലെങ്കിൽ 8 കൊടുത്താലും മതി കേട്ടോ. 8 അല്ലെങ്കിൽ 20 വേണ്ട. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ ഞാൻ എന്താക്കി, ഞാനിതിനെ ഒന്ന് DV പ്രസ് ചെയ്തിട്ട്, സോറി D അല്ല, X പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് ഒരു മിനിറ്റ്, ഡിയും ബിയും പ്രസ് ചെയ്തിട്ട് ഞാൻ സ്നാപ്പ് താഴോട്ടാക്കിയിട്ട് ഒന്ന് ഗ്രിഡിൽ തന്നെ സ്നാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാ സോറി, ഗ്രിഡിൽ സ്നാപ്പ് ചെയ്യും. ഇനിയിപ്പോൾ മോഡിഫൈ പോയി സെൻട്രൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന് കോപ്പി എടുക്കുക. എനിക്ക് ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ക്യാപ്പ് വേണ്ട, ക്യാപ്പ് 0 മുകളിൽ. ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മുകളിലാണ് ക്യാപ്പ്, സെഗ്മെന്റ്സ് ഇല്ലാത്ത വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഞാൻ ക്യാപ്പ് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ വാല്യൂ അവിടെ ക്യാപ്പ് വരും. എനിക്ക് അവിടെ ക്യാപ്പ് വേണ്ട, 0 കൊടുത്താൽ മതി. ഓക്കെ, ക്യാപ്പ് 0 കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഞാൻ ഈ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ഞാൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ് പോകുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അതല്ല, കൺട്രോൾ ഡി എടുത്തിട്ട് ഞാൻ ഇവിടെ എനിക്ക് എത്ര ഡിഗ്രി ആണ്. ഇപ്പൊ സൈക്കിൾ സ്റ്റെമ്പെല്ലാവുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ്, സൈക്കിളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഇനി പ്രാക്ടീസ് ആയി. ഞാനൊരു 50 വെച്ചിട്ടുണ്ട്, ഇങ്ങനെ 50 വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്. അതായത് ഇതിനെ എങ്ങനെ ചെയ്യാം, ഇതുപോലെ തന്നെ താഴോട്ട് ഇരിക്കണമെങ്കിൽ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കമ്പോണന്റ് മോഡാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് കറക്റ്റ് ആയിട്ട് വരും. മനസ്സിലല്ലേ ഞാൻ ഇപ്പൊ ചെയ്ത് കണ്ടോ എങ്ങനെയാണ്. അതായത് ഒബ്ജക്റ്റ് മോഡാണെങ്കിൽ എന്താവും, ഒബ്ജക്റ്റ് മോഡാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ ഞാൻ വലിച്ചുകൊണ്ടാണ് ക്ലിയർ ആയത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. എനിക്ക് ഇതാ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എനിക്ക് ജോയിൻ ചെയ്യണം. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ എനിക്ക് ജോയിൻ ചെയ്യണം. എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ, ടോപ്പ് വ്യൂവിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ നമ്മൾ ഒരു ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂള് ഉപയോഗിക്കും. ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് എഡ്ജ്. എന്നിട്ട് ഈ വെർട്ടെക്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മോഡാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ കൊണ്ടുവെക്കും. ടോപ്പ് വ്യൂവിൽ പോയിട്ടാ ചെയ്യണ്ടേ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കാം, ടോപ്പ് വ്യൂവിൽ പോയിട്ട് ചെയ്യണം. ആ ഒരു ഒബ്ജക്റ്റിന്റെ നിങ്ങൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താലും മതി. ഉണ്ടോ, ആ ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റായിട്ട് പിന്നെ നിങ്ങൾ ഫോർവേഡ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കൺഫ്യൂസ് വരും. അതുകൊണ്ട് ഞാൻ ഷെയ്ഡിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പൊ ഇതാ ഇവിടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് സെഗ്മെന്റ്. ഉണ്ടോ, ഇനി അതേപോലെ തന്നെ ടോപ്പിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക് ബോട്ടം വരുന്നത്. അപ്പൊ ബോട്ടം നമുക്ക് ഷിഫ്റ്റ് നമ്മുടെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരും. ഇതില് ഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഏതാണ് വരുന്നത്, ബാക്ക് സോറി, നമ്മൾ ഫ്രണ്ട് അല്ല എടുക്കുന്നത്, ടോപ്പിന്റെ ഓപ്പോസിറ്റ്. സോറി, ടോപ്പിന്റെ ഓപ്പോസിറ്റ് ബോട്ടാ വരുന്നത്. ബോട്ടം നമ്മൾ എടുക്കാം. ബോട്ടം കണ്ടോ, ബോട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഈ വെർട്ടെക്സിന് എടുത്തു, ഇവിടെ വെച്ചു, ഇതിനെടുത്തു, ഇവിടെ വെച്ചു, ഇതിനെടുത്തു, ഇവിടെ വെച്ചു, ഇതിനെടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇവിടെ
കണ്ടോ? അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് വരുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെച്ചു. കണ്ടോ? വെച്ചില്ലേ? ഇനിയിപ്പം നമുക്ക് ഈ ഒബ്ജക്റ്റിന് വേണ്ടല്ലോ, ഈ ഒബ്ജക്റ്റിന് വേണ്ട, നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഹാഫ് വേണ്ട, കാരണം ഇതല്ലേ ഇതിലേക്ക് ജോയിന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഹാഫ് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫേസ് പോയി ഇത്രയും ഫേസിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കും. ഇനി എന്ത് ചെയ്യണം? ഇതിലും അതുപോലൊരു ജോയിന്റ് വരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഇത് ഇതിനുള്ളിലേക്ക് വരുന്നത് ഇവിടെ ഒരു കട്ട് വരണം, അതിന്റെ ഒരു കട്ട് ഉണ്ടാക്കി എടുക്കുകയും നമ്മൾ. ഇനി ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ജോയിന്റ് കൂടി ഇടാൻ പോവാ. അങ്ങനെ നോക്കി ശരിക്കും ശ്രദ്ധിക്കാട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതും ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവാൻ പറ്റൂ നിങ്ങൾക്ക്. ഞാൻ മൾട്ടി കട്ട് എടുത്തിട്ടുണ്ട്. മൾട്ടി കട്ട് എടുത്തിട്ട് ഓക്കെ, ഞാൻ ഇവിടെ വന്നു. മൾട്ടി കട്ട് എടുത്ത് വരക്കുമ്പോൾ നോക്കണം കേട്ടോ, കാരണം ആ ടൂൾ ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ മൂവ് ടൂൾ ഒന്ന് റീസെറ്റ് ചെയ്യും, കാരണം ചില സമയത്ത് വർക്ക് ആവണമെന്നില്ല. കറക്റ്റായിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് വരച്ചാലും മതി കേട്ടോ. ഇത് ആദ്യം ഒരു ജോയിന്റ് വരക്കാം. ജോയിന്റ് വരച്ചതിന് ശേഷം 5 അടിച്ചിട്ട് 5 അടിക്കണേ, 4 അടിച്ച് ചെയ്യരുത്. കണ്ടോ? ഇങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. നേരെ സെന്ററിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ കൊടുക്കാം. അതുപോലെ നേരെ ഇവിടെ കൊണ്ടുപോകാം. കണ്ടോ? ഓരോന്നിനും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് ഫ്രണ്ട് അല്ലേ, അപ്പൊ ഫ്രണ്ടിന്റെ ബാക്ക്. ഇവിടെ വന്നു, ഫ്രണ്ട് വന്നു, ഫ്രണ്ട് ബാക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുന്നുണ്ടോ എന്നാൽ കൺഫ്യൂസ് വരുന്നു. ഇതാ ഞാനിത് ഇവിടുന്ന് കൊടുക്കുന്നുണ്ടേ. ഇതാ ഇവിടെ സ്ട്രൈറ്റ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ മനസ്സിലാവില്ല. അത് അവിടെ കറക്റ്റായിട്ട് വരും. നമ്മുടെ വ്യൂന്ന് നമുക്ക് പ്രശ്നം വരും. അത് അവിടെ ഒന്ന് എൻ്റർ അടിച്ച് ചെയ്യാം. അത് എവിടെയാണ് വന്നത് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, വെറ്റക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ ഇല്ലേ? വെറ്റക്സ് കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? അല്ലെങ്കിൽ എന്താ വഴിയുള്ളത്? ഓക്കെ, ഇത് ഓക്കെ. മൾട്ടി കട്ട് എടുക്കുക. ജസ്റ്റ് ഇവിടെ ഒന്ന് വരക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് വരക്കാം. നേരെ ഇവിടെ പോയി ഇതാ ഇവിടത്തേക്ക് വരച്ചു, ഇവിടത്തേക്ക് വരച്ചു. എൻ്റർ അടിക്കാം. വന്നില്ലേ? ഇത് രണ്ട് ജോയിന്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ ജോയിന്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ഹൈഡ് ചെയ്യുക. കൺട്രോൾ എച്ച് കൊടുക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇല്ല ഭാഗമില്ല, ഇത് രണ്ടും തമ്മിൽ വെറ്റക്സ് ജോയിന്റ് ആയിട്ടുണ്ടോ നോക്കണം കേട്ടോ. ഈ വെറ്റക്സിനെ നമ്മൾ 4 അടിച്ചിട്ട് നിന്ന് ചാംഫർ വെറ്റക്സ് അല്ല സോറി വെറ്റക്സ് ടു മെർജ് വെറ്റക്സ് ടു സെന്റർ, മെർജ് വെറ്റക്സ് ടു സെന്റർ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറവും സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജി പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഇപ്പുറവും ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് ജി പ്രസ് ചെയ്യുക. കാരണം നമ്മൾ ജോയിന്റ് അങ്ങനെ ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് ജി പ്രസ് ചെയ്തിട്ട് രണ്ടിനും കൂടി ഒന്ന് ജോയിന്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ചെയ്തതിന് ശേഷം ഇനിയിപ്പോ ഈ ഫേസിന്റെ ഇത് വേണ്ടല്ലോ, ഇത് വേണ്ട നമുക്ക് അല്ലേ? ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട. നമ്മളിത് ഫ്രണ്ടല്ല ബാക്കിലുള്ള നമ്മളിപ്പം ചെയ്തതിൽ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ കിട്ടിയല്ലേ നമുക്ക്? കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതും നമ്മൾ കിട്ടിയിട്ടുണ്ട്, അതും കിട്ടിയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അതായത് ഈ ഒരു സെഗ്മെന്റ് നോക്കിയേ, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ജോയിന്റ് ഇല്ല. അപ്പൊ ആ ജോയിന്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണം. അതിനെന്ത് ചെയ്യുക? ഇൻസെർട്ട് എഡ്ജ് എടുക്കുക. ഇൻസെർട്ട് എഡ്ജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എവിടെയാണോ വേണ്ട അവിടെ സെന്ററിലേക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് വെക്കും. വെച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ വെറ്റക്സിനെ സെലക്ട് ചെയ്ത് ഈ വെറ്റക്സിലേക്ക് കണക്ട് കമ്പോണന്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇനി ജി പ്രസ് ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വരക്കുന്ന സമയത്ത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ എഡ്ജസ് പോയി പോകും. അപ്പൊ ഇതിനൊരു സപ്പോർട്ടിങ് ഒരു എഡ്ജസ് നമ്മൾ ഇടണം. സപ്പോർട്ടിങ് എഡ്ജസ് ഞാൻ ഇവിടെ കമ്പോണന്റ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ടിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, ഇൻസേർട്ട് എഡ്ജ് വെച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ഇട്ടു. കണ്ടില്ലേ, സപ്പോർട്ടിങ് എഡ്ജ്. അപ്പൊ ഈ എഡ്ജസ് ഒരിക്കലും ഇങ്ങോട്ട് കണക്ട് ചെയ്യില്ല അല്ലെ? ഈ എഡ്ജസ് അല്ലേ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഈ എഡ്ജസ് ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമോ?
പോയില്ലേ, ഷേപ്പ് പോയി പോകും. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ എഡ്ജസ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജസിന് പ്രധാനപ്പെട്ട ഈ എഡ്ജസിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിനെല്ലാം വെർട്ടെക്സിനെല്ലാം കറക്റ്റ് ചെയ്യണം. സെഗ്മെന്റ് ഫ്ലോ വളരെ കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്ന പറഞ്ഞാൽ പ്രാക്ടീസ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ എഡ്ജസും കൂടി നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റും രണ്ട് സെപ്പറേറ്റ് ഒബ്ജക്റ്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ കൊടുക്കുക. എന്നാലേ നമുക്ക് ഇത് വെൽഡ് ചെയ്യാൻ പറ്റും അല്ലെ. കമ്പൈൻ കൊടുക്കുക. കമ്പൈൻ കൊടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യണം, വെർട്ടെക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങോട്ട് വെൽഡ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായി, ഇതാ ഈ സെഗ്മെന്റ് പോയി, ഇതിന്റെ ഷേപ്പ് പോവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങോട്ടാ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ എല്ലാത്തിനും ഇങ്ങോട്ട് ചെയ്യാം. കണ്ടോ, ഞാൻ കറക്റ്റ് ആയിട്ട് സെഗ്മെന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ മുകളിലെ ഫേസ് ക്യാപ്പ് വേണ്ട, ഈ ക്യാപ്പ് വേണ്ട, വേണോ? ഈ ക്യാപ്പ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യാം. ആ ക്യാപ്പിന്റെ ആവശ്യമില്ല, ഈ ക്യാപ്പിന്റെ ആവശ്യമില്ല. സൈക്കിൾ സ്റ്റാമ്പ് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് സപ്പോർട്ടിങ് എഡ്ജസ് ഇല്ല. അപ്പൊ ആ സപ്പോർട്ടിങ് എഡ്ജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സപ്പോർട്ടിങ് എഡ്ജസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസെർട്ട് എഡ്ജ് വെച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജസ് ആഡ് ചെയ്യും. അപ്പൊ ചോദിക്കും, ഇവിടെ എന്താ സാർ സപ്പോർട്ടിങ് എഡ്ജസ്, ഇവിടെ വെറുതെ സെഗ്മെന്റ് വേണോ? ഈ സെഗ്മെന്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇവിടെ ഇല്ല എഡ്ജസിന്റെ ഈ ഒരു ഗ്യാപ്പ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടേ. ഇതിന്റെ ഗ്യാപ്പ് ഞാൻ ഒന്ന് ചിലയിടത്ത് നമ്മൾ ഒബ്ജക്റ്റ് മോഡലിനെ ആക്കണം കേട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി സ്മൂത്ത് ചെയ്തോ. കണ്ടോ, നേരത്തെ ഉണ്ടായ പിടുത്തമില്ല. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് സൈക്കിൾ സ്റ്റെമ്പിന്റെ ജോയിന്റ് പോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, വന്നിട്ടില്ലേ? അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം, ചെയ്യാതിരിക്കരുത്. ഞാൻ ഈ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് എക്സ്ട്രൂഡ് ചെയ്തോ. കണ്ടോ, പുറത്തേക്കും ചെയ്യാം, ഉള്ളിലോട്ടും ചെയ്യാം. സൈക്കിളിന്റെ സ്റ്റെമ്പിന് ചെയ്യില്ലേ, സൈക്കിളിന്റെ സ്റ്റെമ്പ് ഇവിടെ നമുക്ക് അത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഡ്ജസ് നമ്മൾ ഇത് ചെയ്യണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. അത് വേണ്ട, എന്നിട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഇതും വേണ്ട. ഈ എഡ്ജസിന് ഞാൻ ഒന്ന് ബിവൽ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അറിയാലോ ബിവൽ എന്തിനാ കൊടുക്കുന്നത്, ബിവൽ എന്തിനാ കൊടുക്കുന്നത്, നമുക്ക് അവിടെ സപ്പോർട്ടിങ് എഡ്ജസ് നമുക്കില്ല. അപ്പൊ ആ സപ്പോർട്ടിങ് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിവൽ എഡ്ജസ് കൊടുക്കുന്നത്. ഇവിടെ വേണ്ട, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ ബിവൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്ന് സോഫ്റ്റ് ഹാർഡൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ മൾട്ടി കട്ട് വെച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ടിങ്, ഇവിടെ ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്നത്. ഇൻസെർട്ട് എഡ്ജും വെക്കാട്ടോ, ഞാൻ മൾട്ടി കട്ട് തന്നെ എടുക്കുന്നേ. എല്ലാവർക്കും സംശയമാണ് എന്തുകൊണ്ട് സാറ് മൾട്ടി കട്ട് എടുത്തു. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നത് ഒരു കാര്യമല്ലേ. നിങ്ങൾക്ക് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്നാ പറയുന്നത്, ഞാൻ എന്തിനാ അത് കട്ട് ചെയ്ത്, എന്തിനാ ഞാൻ ഒഴിവാക്കി, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കൂടുതൽ പഠിച്ചവർക്കേ പറ്റൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവും.
സോഫ്റ്റ് ഹാർഡ്. കണ്ടോ? ഓക്കെ, കറക്റ്റ് അല്ലേ? എവിടെങ്കിലും ഒരു പിടുത്തോ ഒരു ഇത് പൊട്ടിയതോ ഉണ്ടോ? കറക്റ്റ് ആയിട്ട് വന്നിട്ടേ. അപ്പൊ സൈക്കിളിന്റെ ഭാഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഞാനൊന്ന് മ്യൂസിയം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാം. പഠിച്ചതാണ്. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് കമ്പോണന്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ബൂളിയൻ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ T പ്രസ് ചെയ്തിട്ട് ഇതിനൊരു 20 കൊടുത്തിട്ടുണ്ട്. 20 സോറി 120 ആയിട്ട് സോറി 20 അല്ല 12 കൊടുത്തിട്ടുണ്ട്. 12 മതി, 20 വേണ്ട. നമ്മൾ 12 അല്ലേ പഠിച്ചത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു സ്പിയറിലാണ് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് നോക്കിയേ, ഈ 4 എഡ്ജസ് 4 ഫേസും സെലക്ട് ചെയ്യുക. 4 ഫേസും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. നിങ്ങളിവിടെ സർക്കുലൈസ് കമ്പോണന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സർക്കുലൈസ് കമ്പോണന്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സർക്കുലൈസ് കമ്പോണന്റ് ഓപ്ഷൻ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. 4 അടിക്കുക. ഈ ട്വിസ്റ്റ് ഒന്ന് ലെവലാക്കുക. ട്വിസ്റ്റ് ലെവൽ കണ്ടോ? കറക്റ്റ് ട്വിസ്റ്റ് ചെയ്യണേ. കറക്റ്റ് ലെവൽ. അപ്പൊ ഒരു ഇത് കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ ഓപ്സെറ്റ് ഇത്ര വേണ്ട, നമുക്ക് ഇങ്ങനെ വേണ്ട, ഇത്ര വലുത് വേണ്ട. അതിന്റെ റേഡിയസ് ഓപ്സെറ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കറക്റ്റ് ആയിട്ട്. കണ്ടോ? ഞാനിപ്പോ അവിടെ ഡിലീറ്റ് ചെയ്തു. സ്പിയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സ്പിയറിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെഗ്മെന്റിന്റെ ഫ്ലോ കണ്ടോ? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള സെഗ്മെന്റിന്റെ ഫ്ലോ അത് ഇവിടുന്ന് കട്ടായി. പക്ഷെ ഫോർഎഡ്ജ് ആണ്, പക്ഷെ ഇവിടെ കട്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് നിങ്ങൾ കണ്ടുപിടിക്കുക, എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ഞാനിപ്പോ ഇവിടുന്ന് ഒരു ഉദാഹരണം കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ വരേണ്ട ഒരു സാധനം. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒരു സെഗ്മെന്റ് എടുക്കും. ഇവിടുന്ന് ഇവിടത്തേക്ക് സെഗ്മെന്റ് ഉണ്ടോ? അപ്പൊ ഈ എഡ്ജസ് വേണ്ട. ആ ഫ്ലോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ? ഫ്ലോ ക്ലിയർ ആക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾസ് എങ്ങനെ കളി? അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു എഡ്ജസ് കൊടുത്താൽ മതി. ഇവിടുന്ന് ഒരു എഡ്ജസ് കൊടുത്ത് അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. കൊടുക്കണം കേട്ടോ. എഡ്ജസ് കൊടുക്കാതൊന്നും ആവില്ല, അത് വിചാരിക്കണ്ട. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു എഡ്ജസ് കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂ. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഡ്ജസിനെ സെലക്ട് ചെയ്ത് ഒരിക്കലും മൂവ് ചെയ്യരുത്. ഞാൻ പറഞ്ഞുതരാം, മൂവ് ചെയ്യരുത്. നിങ്ങൾ ഇവിടെ സ്ലൈഡ് എഡ്ജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ മൗസിന്റെ വീൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കണ്ടോ? പക്ഷെ എല്ലാ എഡ്ജസും ക്ലിയർ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ ഈ എഡ്ജസ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാനപ്പോ നേരത്തെ കാണിച്ചല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസെർട്ട് എഡ്ജ്, ഇവിടെ ഇൻസെർട്ട് എഡ്ജ് എന്ത് ചെയ്യുക, ഇൻസെർട്ട് വിത്ത് എഡ്ജ് ഫ്ലോ ഇത് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചാലും മതി. ഇൻസെർട്ട് ആദ്യം ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്തിട്ട് അതിന് എഡ്ജസ് കറക്റ്റ് ചെയ്താലും മതി. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ സ്മൂത്ത് ചെയ്ത് നിങ്ങൾക്ക് ഫോൾസ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ.